ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഞങ്ങൾ ആദ്യം നിന്നിന ഫ്ലാറ്റിൽ നിന്ന് വേറൊരു ഫ്ലാറ്റിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ചെറിയ ഹോം ടൂറൊക്കെ ആയിട്ടാട്ടോ ഇന്നത്തെ വ്ളോഗിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ തലേന്നേ സാധനങ്ങളൊക്കെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സുബൈക്ക് കയറാൻ കരുതിയിട്ട് ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യത്തെ ഫ്ലാറ്റ് വന്നിട്ട്. എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ മതിയാവും. അങ്ങനെ ഞങ്ങളിതാ സുബൈക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഖുർആനും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മോനിതാ കയറുന്നതിൻ്റെ ഇടയിൽ നൈസായിട്ടൊന്ന് വീണിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആൾക്ക് അത്ര വലിയ വിഷയമുള്ള കാര്യമല്ല. ഇതല്ല, ഇതിനപ്പുറത്തെ വീഴ്ച വീണാലും ആൾക്കതൊന്നും വലിയ മൈൻഡ് ഇല്ലാത്തൊരു ടൈപ്പാണ്. അങ്ങനെ ഞങ്ങളിതാ ഈ കാണുന്ന ഡോറാട്ടോ ഞങ്ങളത്. അങ്ങനെ ഞങ്ങളിതാ സുബൈ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് എൻ്റർ ചെയ്തു കേട്ടോ. അതും ഖുറാനൊക്കെ പിടിച്ചിട്ട് ആക്ച്വലി ഇത് ഞങ്ങൾ സ്വന്തം വീടല്ലെങ്കിലും വേറൊരു വീട്ടിലോട്ട് കയറുകയാണല്ലോ. അപ്പം ഒരു നല്ല ഇതിൽ കയറാൻ കരുതിയിട്ടാണോ ഞങ്ങൾ ഖുറാനൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തന്നെ ഞങ്ങൾ രണ്ടാളും, അതായത് ഞാനും ഉക്കാക്കിയും ജമായത്തായിട്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിതാ കുറച്ച് നേരം യാസീനും അതേപോലെ കുറച്ച് സൂറത്തും കാര്യങ്ങളൊക്കെ ഓതിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ വീട്ടിലോട്ട് കയറിയത് മുതൽ ഫുൾ എന്താ പറയുക, പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ജലദോഷം തുമ്മലൊക്കെ കൂടിയായിട്ട് എനിക്ക് തീരെ സെറ്റായിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്നാമത് നമ്മൾ ഇത് ഒരു ന്യൂ ഫ്ലാറ്റാണ്, അതായത് ഇതിന് മുന്നേ ആരും താമസിക്കാത്തൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എനിക്കാണെങ്കിൽ തീരെ പൊടിയും കാര്യങ്ങളൊന്നും പറ്റുകയില്ല, ഭയങ്കര അലർജിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട്. അങ്ങനെ ഞാനിത് ഖുറാൻ ഓതുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ തുമ്മി കൊണ്ടാണ് ഖുറാൻ ഓതുന്നുണ്ടതിന്. അങ്ങനെ ഞാൻ ഖുറാൻ ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിക്റും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, ന്യൂ വീടാണല്ലോ, അപ്പം നല്ലൊരു തുടക്കം ആയിക്കോട്ടെ എന്നുള്ള രീതിക്കാണ്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച്, അതായത് നമ്മുടെ ഈ പൊടികളും കാര്യങ്ങളൊക്കെ ഉള്ള കുപ്പികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു ഷെൽഫിൽ. അങ്ങനെ ഞാൻ വേഗം അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പാല് കാച്ചാന്നൊക്കെ കരുതിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യാനൊന്നും ഇല്ലേനു. കുറച്ച് ഒന്നാമത് ഈ ഒരു ഞങ്ങൾ ആദ്യത്തെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അത് അറിയാൻ മതിയോ. ഞങ്ങൾ ആദ്യത്തെ ആ ഒരു ഫ്ലാറ്റിലെ കിച്ചൺ വന്നിട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വലിയ കിച്ചണായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ കിച്ചൺ എന്നല്ല, ഈ ഒരു ഫ്ലാറ്റ് വന്നിട്ടേ ചെറുതാണ്. ഒന്നാമത് ഞങ്ങൾ ആദ്യം നിന്ന ഫ്ലാറ്റിൽ 4 റൂം, 2 ബാത്റൂം, ഒരു വലിയൊരു ഹാള്, വലിയ കിച്ചൺ, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര സ്പേസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ 2 പേർക്ക് അത്രയും സ്പേസ് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ റൂം ചേഞ്ച് ചെയ്യാൻ കരുതിയത്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ ഒരു റൂമിൽ വന്നിട്ട്. ഞാൻ ആദ്യം കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എന്തോ കാരണം വലിയൊരു സ്പേസിൽ നിന്ന് ചെറിയൊരു സ്പേസിലോട്ട് വന്നതിൻ്റെ ഒരു ചെറിയ ഇതുണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ട്. കാരണം കിച്ചണിലൊന്നും അങ്ങനെ കൂടുതൽ കബോർഡ് കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്ന ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ടേബിളല്ല, ഈ സംഭവം, അതിൻ്റെ അടിയിൽ കുറച്ച് കബോർഡ്, അതിൻ്റെ മേലെ കുറച്ച് കബോർഡ്, അത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിലയച്ച് ഞങ്ങൾക്ക് സാധനങ്ങൾ കംപ്ലീറ്റ് കയറ്റണം. അങ്ങനെ ഈ മേലത്തെ ഷെൽഫിൽ കംപ്ലീറ്റ് ഞാൻ എന്താക്കി, നമ്മുടെ ഈ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് അങ്ങോട്ട് റെഡി ആയി കിട്ടിയിട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ പാല് വെച്ചാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ പിന്നെ അങ്ങനെ പാല് എന്താ പറയുക തിളച്ചിട്ട് ഇങ്ങനെ മറിയാനൊന്നും നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊരു മൈൻഡിലാണ് ജസ്റ്റ് ഒന്ന് പാല് തിളപ്പിച്ചെടുത്ത്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പാല് തിളയ്ക്കുന്ന നേരം ഒന്നാമത് ഞാൻ അത് ചായ ഉണ്ടാക്കാൻ നേരിട്ടാട്ടോ പാല് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനതിൽ കുറച്ച് ഇഞ്ചൊക്കെ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത്യാവശ്യം നല്ലോണം തിളച്ച് വന്ന ടൈമിൽ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ ആക്കി. അങ്ങനെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കയറിയതിന് ശേഷം എനിക്കങ്ങനെ എന്താ പറയുക, പൊടി കാരണം ഭയങ്കര തുമ്മലും കാര്യമൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ നാസ്ത ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിരിക്കാനും. അങ്ങനെ ഞാനും കക്കിയും കൂടി ചായ അടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. മോനാണെങ്കിൽ പിന്നെ ആ ടൈമൊക്കെ ആയപ്പോൾ ഓൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ എഴുന്നേറ്റ് വന്നതല്ലേ, 4:02 ഇവിടെ ബാങ്ക് വന്നിട്ട്. ഞങ്ങളാണെങ്കിൽ എനിക്കൊന്ന് 3:15 ആ ഒരു ടൈം ആയപ്പോൾ എഴുന്നേറ്റുണ്ടാവും. അതുകൊണ്ടാണ് ഓൻ വേഗം കിടന്നുറങ്ങിയത് കേട്ടോ. മറ്റങ്ങനെ കരയെ തുറക്കൊന്നും ഇല്ലാത്തൊരു ടീമാണോ ഓന്. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങൾ കയറി വരുന്ന ഒരു ഏരിയയാണ്.
ഇങ്ങനെ കയറി വരുന്നു. എന്നിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഞങ്ങളിപ്പം ഞങ്ങളെ റൂം വന്നിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ്. ഓൾറെഡി ഇവിടെ ആകെ 2 റൂമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ആദ്യത്തെ ഒരു റൂം എന്താ പറയുക, ഫ്ലാറ്റിൽ വന്നിട്ട് 4 റൂമും ഒക്കെ ആയപ്പം ഭയങ്കര സ്പേസ് ആയിരുന്നു. നമുക്ക് നോക്കിക്കൊണ്ടെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം മോനെ വെച്ച് എനിക്ക് പണിയെടുക്കലും ഒക്കെ കൂടി എനിക്ക് ടാസ്ക് ആയതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചത് ഓക്കെ എന്നൊരു ചെറിയൊരു ഫ്ലാറ്റിലോട്ട് മാറാം എന്നുള്ളത്. അപ്പം ഇവിടെ വന്നിട്ട് 2 റൂമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് സെറ്റാണ്. കാരണം കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പം സെറ്റാണ്. പക്ഷെ ആരെങ്കിലുമൊക്കെ വരുന്ന ടൈമിൽ അത്ര സ്പേസ് ഇല്ല. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഇവിടെ കാകൻ്റെ ഒരു എന്താ പറയുക ഷർട്ടും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിങ് ടേബിള്, കട്ടിൽ, പിന്നെ നമ്മൾ ഈ തല വെക്കുന്ന ഭാഗത്തൊരു ചെറിയൊരു ടീപ്പോയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റാണല്ലോ. അങ്ങനെ പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ ബാത്റൂം വന്നിട്ട്. ഇതാണ് ബാത്റൂമൊക്കെ അത്യാവശ്യം ചെറിയൊരു ബാത്റൂമാണ് കേട്ടോ. പക്ഷെ എന്താ പറയുക അത്യാവശ്യം നല്ല ക്ലീനാണ്. കാരണം ഞാൻ പറയില്ലേ അതായത് ഇതുവരെ ഇതിൻ്റെ മുന്നേ ആരും അങ്ങനെ യൂസ് ചെയ്തതോ ഒന്നുമല്ല. ഇത് പുതിയൊരു ഫ്ലാറ്റാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കെന്താ കുറച്ചും കൂടി ഇഷ്ടമായത് കേട്ടോ അത്. അങ്ങനെ പിന്നെ അതിൻ്റെ നേരെ അടുത്ത് ഒരു റൂമുണ്ട് കേട്ടോ. ആ റൂമാണിത്. ഇവിടെ ഞാൻ പിന്നെ എൻ്റേതായ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. എന്താ പറയുക, എൻ്റെ ഒരു ടേബിൾ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റിൻ്റെ എന്താ പറയുക സ്കെച്ച് പെന്ന്, പിന്നെ കുറേ ബുക്ക്, അതേപോലെ കളേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതും, പിന്നെ നമ്മുടെ ഈ ഗ്ലൂ, അതേപോലെ ഇതിൻ്റെ ക്യാൻഡിൽസ് കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് മുന്നേ ബീച്ചിൽ പോയ ടൈമിൽ അവിടെ നിന്ന് എനിക്ക് കുറേ ശംഖും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊരു ചെറിയൊരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ടേബിളിലൊരു ഷോ ഓഫ് പോലെ വെക്കാം എന്ന് കരുതിയിട്ട്. അപ്പം ഞാൻ ഇതിലോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കില്ല. കാരണം ഈ വെള്ളം വേഗം വറ്റി പോലുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ അത് സെറ്റാവൽ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തീരെ സൗണ്ടില്ല എന്നല്ല, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആയതുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ വന്നിട്ട് ഫുൾ അലമ്പായിപ്പോയി. പനി, ജലദോഷം, തൊണ്ടവേദന. അതാണ് ഒന്നാമത് എനിക്ക് വ്ളോഗ് എടുക്കാനോ ഇപ്പോൾ കുറച്ചായിരിക്കും ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തീരെ വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാൻ നിൽക്കാത്തത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ള ഇൻട്രസ്റ്റും പോയി. അതായത് കുറേ ദിവസം നമ്മൾ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ ഇടാം എന്നൊരു മൈൻഡിലാണ് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് തുടങ്ങിയത് കേട്ടോ. എനിക്കൊന്നും ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് തോന്നുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ നിന്നിട്ടില്ല. അങ്ങനെ ഈ റൂമിൻ്റെ തന്നെ ഒരു കോർണറിൽ ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ ഞാനൊരു 2-3 ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നേരെ തൊട്ടടുത്തൊരു വാഷ് ബേസും മിററൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ നേരെ അടുത്ത് ഇത് ശരിക്കും വന്നിട്ട് ബാത്റൂമാണ്, ചെറിയൊരു ബാത്റൂമാണ്. അപ്പം ഞങ്ങളവിടെ വാഷിംഗ് മെഷീനാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കാരണം വാഷിംഗ് മെഷീൻ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ സ്പേസ് ഇല്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ബാത്റൂമിൽ ഞങ്ങൾ വാഷിംഗ് മെഷീനാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങൾക്കൊരു ബാത്റൂം മതിയല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ വന്നിട്ട്. ഞാൻ പറഞ്ഞില്ലേ കിച്ചൺ ഭയങ്കര ചെറുതായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയൊരു കിച്ചണാണ്. അങ്ങനെ ഈ ഒരു കബോർഡിൽ വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ഗ്ലാസ്, പ്ലേറ്റ്, അതേപോലെ നമ്മുടെ ബൗള് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഈ നെക്സ്റ്റ് കബോർഡിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്റ്റൗവ്, പിന്നെ കുറച്ച് പാത്രങ്ങൾ, പിന്നെ അതിൻ്റെ കോർണറിൽ ഞാൻ സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക സ്പൂൺ സ്റ്റാൻഡിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് സിങ്ക്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാനൊരു ചെറിയ 2 കട്ടിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് കഴുകിയിട്ട് അവിടെ വെച്ചതാണ്. ഈ ഒരു വിൻഡോ കണ്ടപ്പോൾ എനിക്കത് ചെറിയ വന്നത്. കാരണം ഒരുമാതിരി കളർ ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഒരുമാതിരി പച്ച പിടിച്ചൊരു കളറായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് കണ്ടുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ
പിന്നാണെങ്കിൽ നമ്മുടെ ഈ മിക്സി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് കുത്താൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റാണ്, അതായത് കെറ്റിലും കാര്യങ്ങളൊക്കെ കുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് എനിക്ക് പ്ലഗ് വന്നിട്ടുള്ളത്. അതൊരു ചെറിയൊരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊന്നും വലിയ വിഷയമില്ല കേട്ടോ. കാരണം നമ്മളൊരു വേറൊരു ഫ്ലാറ്റിലോട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഷെൽഫ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നല്ലോണം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ എൻ്റെ മോനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഓന് പിന്നെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ അയച്ചു. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ എഴുന്നേറ്റ് വന്നതുകൊണ്ട് എനിക്കൊന്ന് 3:15 ടൈമിൽ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാനും അതേപോലെ എടുത്തിങ്ങോട്ട് വരാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവിടെ കുറച്ച് ടൈം അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ 3:45 ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ വരലും ഒക്കെ കൂടി ആയിട്ട് നേരത്തെ ആയല്ലോ, അതുകൊണ്ട് ഓനെ ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഞാൻ അവന് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ എൻ്റെ കുളി കാര്യങ്ങൾ. പിന്നെ ഞാൻ കുറച്ചൊന്ന് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്കും പിന്നെ ഒന്ന് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കെന്തോ എന്നിങ്ങനെ ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്താണ്. പൊതുവേ ഞാൻ അത്ര വലിയ മേക്കപ്പ് ലവറൊന്നുമില്ല, പക്ഷേ ഞാൻ കണ്ണെഴുതലുണ്ട് കേട്ടോ. പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് കണ്ണെഴുതലും അതേപോലെ ലിപ്സ്റ്റിക്കും ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര മസ്റ്റാണ്. പക്ഷെ ബാക്കി അങ്ങനെ മേക്കപ്പ് കലാപരിപാടീസൊന്നും ഞാനങ്ങനെ കാര്യമായിട്ട് ചെയ്യലൊന്നുമില്ല. എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാൽ പക്ഷെ ബാക്കി ആരെങ്കിലുമൊക്കെ ഇടുന്നത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇട്ട് കൊടുക്കാനും ഇഷ്ടമാണ്, വേറെ ആരെങ്കിലുമൊക്കെ ഇടുന്നത് കാണാനും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇടലില്ല. അങ്ങനെ ഞാനിതാ എൻ്റെ കുളി അതേപോലെ ഈ വക കലാപരിപാടികൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് ചെയ്യുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ. പിന്നെ അതിനുശേഷം ഞാൻ ഒരു ന്യൂ ഫോൺ കേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ ആ ഫോൺ കേസും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആയതുകൊണ്ട് എനിക്ക് ശരിക്കും വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.